ഇതാരാ പറയുന്നത്? അബ്ദുൽ നാസർ മദനിയുടെ തീവ്ര പ്രഭാഷണമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ഒരാൾ നിഷേധിച്ചാൽ, അള്ളാഹുവിന്റെ റസൂലിനെ ഒരാൾ പരിഹസിച്ചാൽ, അള്ളാഹുവിന്റെ റസൂലിനെ ഒരാൾ വിമർശിച്ചാൽ, അള്ളാഹുവിന്റെ റസൂലിനോട് ഒരാൾ അനുസരണക്കേടു കാണിച്ചാൽ അവരുടെ തല വെട്ടിയെടുത്ത് ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടിയ ഒരു മകന്റെ വീരസാഹസിക കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്നായിരുന്നു അബ്ദുൽ നാസർ മദനി ജോസഫ് മാഷെ പറഞ്ഞത്. ഏതാനും പിച്ചത്തുട്ടുകൾ ശമ്പളമായി വാങ്ങുന്ന ഒരു എംബോക്കി പ്രൊഫസർ നമ്മുടെ പ്രവാചകനെ വിമർശിച്ചാൽ, നമ്മുടെ പ്രവാചകനോട് നിന്ന് കാണിച്ചാൽ നമ്മൾ കണ്ടോണ്ടിരിക്കരുത് എന്നായിരുന്നു അദ്ദേഹം ഈ കേരളക്കരയിൽ അന്ന് പ്രസംഗിച്ചത്. അതായത് അപ്പോഴും വേട്ടക്കാരെ ന്യായീകരിക്കുകയും ഇരകളെ വീണ്ടും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം. ഇത് മതേതരത്വമാണ്, കേരളത്തിൻ്റെത് മാത്രം. മനസ്സിലായ? അതായത് വിശ്വാസികൾ പറയും അടിപൊളിയായിട്ടുണ്ട്, അവൻ നമ്മുടെ റസൂലിനെ പറയാനായോ, അത്യാവശ്യമാണ് അവന് എന്ന് പറയും. വേണമെങ്കിൽ ഇവര് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഉറക്കെ പറയാൻ പറ്റില്ല, മതേതര മുഖച്ഛായ നഷ്ടപ്പെട്ടു പോകില്ലേ? ഇതാണ്. ഇനിയും ജോസഫ് മാഷെ ആരെങ്കിലും പിന്തുണച്ച് മുന്നോട്ട് വന്നാൽ അവരെ തെറി. ആരെങ്കിലും ഈ സമുദായത്തിലെ ഇത്തരം മതസ്പർദ്ധകൾക്കെതിരെ ഒന്ന് സംസാരിച്ചു നോക്കിക്കുക. നമ്മുടെ മതം മാത്രം വലുത്, ബാക്കി മതങ്ങളെല്ലാം മോശം. എല്ലാ മതങ്ങളെയും തെറി പറയാൻ ഇവർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. ഇവരുടെ മതത്തെ ആരും ഒന്നും പറയാൻ പാടില്ല. ഈ സമൂഹത്തിലെ മാനവിക വിരുദ്ധതകളെ കുറിച്ചോ, ജനാധിപത്യ വിരുദ്ധതകളെ കുറിച്ചോ, സ്ത്രീ വിരുദ്ധതകളെ കുറിച്ചോ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കിക്കേ. മദ്രസകളിലെ കുണ്ടനടിയെ കുറിച്ചൊന്ന് സംസാരിച്ചു നോക്കിക്കേ. ബാലപീഡനങ്ങളെ കുറിച്ചൊന്ന് സംസാരിച്ചു നോക്കിക്കേ. ആ സമയത്ത് എന്ത് ചെയ്യും? ഒന്നും പറയണ്ട. പിന്നീട് ഇവിടെ നമ്മുടെ മതേതരൻ എന്ന മുഖച്ഛായ അങ്ങ് പോയി കിട്ടി. മനസ്സിലായ? അതായത് ഇപ്പോ ഹിജാബ് വിഷയമൊക്കെ വന്ന സമയത്തെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികള് അവര് ആ സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന ഒരു യൂണിഫോമിറ്റി അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ ഇല്ല, ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം. പക്ഷേ ഫറൂഖ് കോളേജില് ഞങ്ങൾക്ക് കാവിയിട്ട് വരണമെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഞങ്ങളുടെ കോളേജിന് ഒരു നിയമമുണ്ട്, ആ കോളേജിന്റെ നിയമം അംഗീകരിക്കുന്നവര് മാത്രം ഇവിടെ പഠിച്ചാ മതി, അങ്ങനെയല്ലേ പറയാ? അതായത് മഹാരാജാസ് കോളേജിലോ, പ്രൊവിഡൻസ് കോളേജിലോ, കേരളവർമ്മ കോളേജിലോ, അതല്ല PU കോളേജിലോ, അവിടെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള മതസ്വാതന്ത്ര്യം വേണം, വിശ്വാസ സ്വാതന്ത്ര്യം വേണം, ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം, വ്യക്തി സ്വാതന്ത്ര്യം വേണം, മൗലികമായ അവകാശങ്ങൾ വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം സ്ഥാപിക്കാൻ സാധിക്കണം. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഞങ്ങളുടെ മതചിട്ടയനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. കലാലയങ്ങളാണ്. ഓരോ കലാലയങ്ങളിലും ആ കലാലയങ്ങളിലെ അധികാരികളുടെ മതവും രാഷ്ട്രീയവും അനുസരിച്ച് പല നിയമങ്ങളും പല നീതികളും. കർണാടകയിലെ വിഷയം നമ്മൾ കണ്ടില്ലേ? ഇങ്ങനെ നമ്മുടെ രാജ്യത്തും ക്രമേണ ലേഖനങ്ങളിലൂടെ, പ്രസിദ്ധീകരണങ്ങളിലൂടെ, സിനിമകളിലൂടെ, കലകളിലൂടെ, കലാകാരന്മാരിലൂടെ, ഭക്ഷണത്തിലൂടെ, വസ്ത്രത്തിലൂടെ, സംസ്കാരത്തിലൂടെ, മുദ്രാവാക്യങ്ങളിലൂടെ, ധർണകളിലൂടെ, സംഘടനകളിലൂടെയൊക്കെ ഈ മത തീവ്രവാദം സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും മതപ്രീണനം കാരണം തണുപ്പിൽ നിന്നും രക്ഷ നേടുന്നതിനു വേണ്ടി കമ്പിളി പുതപ്പിട്ട് ആകമാസകലം മൂടിക്കിടക്കുന്നത് പോലെ ഇപ്പോഴും ബുദ്ധിയും ചിന്തയും മരവിച്ച് പ്രതികരണശേഷിയില്ലാത്ത ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെയാണ് സൂക്ഷിക്കുന്നത്. അവരുടെ മൗനമാണ് അപകടം. ഇപ്പോ ഈ അപ്പിക്കുപ്പായത്തിനകത്തിറങ്ങി നടക്കുന്ന പെണ്ണുങ്ങള്, അവരെ മുസ്ലിങ്ങൾ തന്നെ പരിഹസിക്കാറുണ്ട്. അവരുടെ ഭർത്താവിന്റെ ബഹുഭാര്യത്വത്തെ ന്യായീകരിക്കുന്ന അവരുടെ ഉള്ളിലുള്ള അടിമ മനോഭാവത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണമെന്നും അവർക്കൊരൽപ്പം വെളിച്ചമുണ്ടാകണമെന്നും വിചാരിച്ച്
ഖുർആനോ ഹദീസോ ഇസ്ലാമിലെ ചരിത്ര ഗ്രന്ഥങ്ങളോ ആരെയെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ, നമ്മുടെ വിമർശനങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചാൽ, നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് വലിയ ദുരന്തങ്ങളായിരിക്കും. ഈ ബാലപീഡനങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് വിമർശിച്ചു നോക്കിയേ. ഉസ്താദുമാരുടെ ഏതെങ്കിലും വീഡിയോ എടുത്തിട്ടൊന്ന് വിമർശിച്ചു നോക്കിക്കേ. മങ്കടയിലെ സദാചാര കൊലപാതകം കണ്ടില്ലേ? യുപിയില് ബീഫിന്റെ പേരിൽ അഖ്ലാഖിനെ കൊന്നെന്ന് പറഞ്ഞ് ഇവിടെ വലിയ സമരങ്ങളും, അഖ്ലാഖിന് ഇവിടെ 10 ലക്ഷം രൂപയുമായിട്ട് ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ പോയി. കുറെ മൈദാമാവ് അങ്ങ് തീരും പോസ്റ്റർ ഒട്ടിക്കാനായി. അതേപോലും ഉള്ളി പൊളിച്ചതുപോലെയാണ് സത്യം. ഇവര് മനസ്സിലാക്കിയതൊന്നും ആയിരിക്കില്ല സത്യം. സീറ്റ് തർക്കത്തെ തുടർന്നാണ് ഒരാൾ മരിക്കുന്നത്. എന്നിട്ട് പശുവിന്റെ പേരിലാണ് കൊന്നത് എന്ന് പറഞ്ഞിവര് മുറവിളി കൂട്ടും. ഒരു ശരാശരി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗത്തിന്റെ കണ്ണുനീരിൽ മാത്രമാണ് ഇവരുടെ ശ്രദ്ധ. അത് മാത്രമേ ഇവർക്ക് കാണാൻ പറ്റൂ. ആ കരയുന്നത് ഞമ്മന്റെ ആളുകളായിരിക്കണമെന്ന് നിർബന്ധമാണൊന്ന്, കരയിക്കുന്നത് ഞമ്മന്റെ ആളുകളായിരിക്കരുത് എന്നും നിർബന്ധമുണ്ട്. ഇത് രണ്ടും നമ്മൾ അംഗീകരിക്കില്ല. അല്ലാത്തതൊക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. വർഗീയമായ ചെറിയ ചെറിയ ചേരിതിരിവുകളൊക്കെ സിനിമയിലേക്ക് വന്നോട്ടെ, കലയിലേക്ക് വന്നോട്ടെ, കലാ മത്സരങ്ങളിലെ ഇന്തിഫാദ എന്ന് സായുധ കലാപം എന്നർത്ഥം വരുന്ന പദം കൊടുത്തോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. വർഗീയത, ലക്ഷണമൊത്ത വർഗീയതകൾ നമ്മൾ പ്രചരിപ്പിക്കും, നിങ്ങൾ പ്രചരിപ്പിക്കണ്ട. കാരണം ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യമായി, ഞമ്മന്റെ രാജ്യമായി മാറാൻ ഇൻഷാ അല്ലാ ഇൻകിലാബ് എന്ന് ഉയർത്തിയത് നിങ്ങൾ ആരും കേട്ടില്ലേ? അതെ, ഇൻഷാ അല്ലാ ഇൻകിലാബ് നമ്മൾ വിചാരിച്ചാൽ ഇത് ഇസ്ലാമിക രാജ്യമായി മാറുമെന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ഏതാണ്ടൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് വരെ സിനിമയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഹൈന്ദവ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുകയും അവരെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ അവരുടെ സാമിവേഷം, അതല്ലെങ്കിൽ അവരുടെ പൂജ, അവരുടെ അമ്പലം, അയോധ ഞങ്ങളെ പറയുന്നു, ആരും പറഞ്ഞു മുന്നോട്ട് വന്നിട്ടില്ല. ഒരു സിനിമയുണ്ടല്ലോ, പട്ടണത്തിൽ ഭൂതം, അതിനകത്ത് ഞങ്ങളുടെ ആചാര്യന്റെ വേഷത്തെയാണ് പറയണമെന്ന് പറഞ്ഞ ആരെങ്കിലും മുന്നോട്ട്? നമ്മളാരും അതൊന്നും ചിന്തിച്ചിട്ട് പോലും, ആരും ചിന്തിച്ചിട്ടില്ല, സിനിമ എടുത്തവരും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ ഇടക്കാലത്ത് ഇറങ്ങുന്ന ഭൂരിപക്ഷം സിനിമകളും രാഷ്ട്രീയ വെറിയുണ്ട്, മതവെറിയുണ്ട്, അതിനകത്തൊരു സ്വാർത്ഥ താല്പര്യമുണ്ട്, ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ള പ്രീണനമുണ്ട്, മറ്റ് മതവിഭാഗത്തോടുള്ള ഒരു വിദ്വേഷമുണ്ട്. അഭിനേതാക്കൾ പോലും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ വേർതിരിക്കപ്പെടുന്നു. ഇവിടെ സിനിമയ്ക്കകത്തും ഇടതൻ വരുന്നു, വലതൻ വരുന്നു, ഹിന്ദു വരുന്നു, മുസ്ലിം വരുന്നു, ക്രിസ്ത്യാനി വരുന്നു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലകളിലും മതം കടന്നു വന്നതുപോലെ തന്നെ കലയിലും മതം കടന്നു വന്നു. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇത് പെട്ടെന്നല്ല, ഇത് പടിപടിയായി വരുന്നതാ. ഇപ്പോ ഒരു സിനിമ, ഈ സിനിമയില് ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ ചെറിയ രൂപത്തിലുള്ള എന്തെങ്കിലും, ഇപ്പൊ മാണിക്യമലരായപ്പോ ഖദീജയും പ്രവാചകനും തമ്മിലുള്ള പ്രണയഗാനം, അതിനകത്ത് എന്താ പെൺകുട്ടിയുടെ പേര്, പ്രിയാവാര്യ. ആ പെൺകുട്ടി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. അയ്യോ, ലോകത്തിന്റെ മാതാവായ ഖദീജയെ അല്ലേ അവര് പ്രതിഫലിപ്പിക്കുന്നത്? തുടങ്ങി പ്രശ്നം തുടങ്ങി വെക്കുന്നത് ആരാ? ഈ സിനിമയിലേക്കും കലയിലേക്കും എഴുത്തുകളിലേക്കും പ്രതികരണങ്ങളിലേക്കും സകലമാന സ്ഥലങ്ങളിലും പോയി ചൊറിയുന്നത് ഇവരാണ് മതം കലർത്തുന്നത്. എല്ലാത്തിൻ്റെയും തുടക്കം ഇവരിടും, പോയി ചൊറിയും. പിന്നീട് വർഗീയതയുടെ വിഷമാണ് എന്ന് പറഞ്ഞ് മറ്റു ചില ആളുകൾ കണ്ടെത്തും, അവര് കേറി മാന്തിപ്പൊളിക്കും.
ആ സമയത്ത് ഇരവാദവുമായിട്ട് ഇവർ മുന്നോട്ട് വരും. ആ ഇരവാദത്തിന് യാതൊരു അർത്ഥവുമില്ല. കേരളത്തില് എല്ലാ രൂപത്തിലുമുള്ള ഈ ലക്ഷണമൊത്ത വർഗീയതകളും വിഭാഗീയതകളും മതം കലർത്തിയിട്ടുള്ള ഇത്തരം വസ്തുതകളുമൊക്കെ ഈ കേരളത്തിൽ തുടക്കം കുറിച്ചത് ആരാണെന്നറിയാമോ? അതിന്റെ ഉപജ്ഞാതാക്കൾ മുസ്ലിം തീവ്രവാദികളാണ്. അവര് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ മതഗ്രന്ഥങ്ങളെയും അവരുടെ മത ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മതഗ്രന്ഥങ്ങളെയും ഒക്കെ അനാവശ്യമായി എടുത്തിട്ട് വിമർശിച്ചപ്പോൾ അവര് സംഘടിച്ചു. അവരായുധമെടുത്തില്ല, ഉപരോധം ഏർപ്പെടുത്തിയില്ല, ഭീഷണിപ്പെടുത്തിയില്ല, കൊല വിളിച്ചില്ല, കൊന്നില്ല. അവര് കേസിനും പുക്കാറിനും ഒന്നും പോയില്ല. അവർ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അങ്ങോട്ട് എടുത്ത് നിരത്തി. അതിനെക്കുറിച്ച് അവരൊന്ന് പഠിച്ചു. എന്നിട്ട് അവരിതാ എടുത്ത് വിമർശിക്കാൻ തുടങ്ങി. അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ സ്നേഹസംവാദങ്ങളൊക്കെ അക്ബർമാര് വെച്ച് നിർത്തി. അപ്പൊ ആരാണ് ഇവിടെ ഇത്തരം വർഗീയതയ്ക്ക് തുടക്കം കുറിച്ചത്? കേരളത്തിലെ 25% ഹിന്ദുക്കൾ മാത്രമേ ഒരുപക്ഷെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംഘടിച്ചിട്ടുള്ളൂ. ബാക്കി 75% ആളുകളും മതേതരന്മാരായിട്ട് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പോലും ആ 25% പ്രതിരോധിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. സത്യമില്ല അവരുടെ കയ്യിൽ. സത്യം, ധർമ്മം, നീതി എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടല്ലോ, ഇവര് കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. എല്ലാത്തിനും പോയി തുടക്കം കുറിച്ചിട്ട് കിട്ടുമ്പോൾ വാങ്ങിക്കേണ്ടി വരും. ഇപ്പോ ലോകത്തിന്റെ ഉള്ളു പൊള്ളിക്കുന്നുണ്ട് ഒരു വിഭാഗം ജനതയുടെ കണ്ണുനീർ, സംശയമൊന്നുമില്ല. ഇപ്പോ പലസ്തീനിലെ ജനത മനുഷ്യര് തന്നെയാണ്. അവർക്ക് മനുഷ്യാവകാശം വേണം. തെക്കൻ ഗാസയിലെ റാഫയുടെ മേലെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങള്, അതിന്റെ തീവ്രത, അതുകൊണ്ടാണ് ഓൾ ഐസ് ഓൺ റാഫ എന്ന ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. നമുക്കത് മനസ്സിലാവും. പക്ഷേ നമ്മുടെ ഐസുകൾ ഏകപക്ഷീയമാകുമ്പോഴാണ് നമുക്ക് വിഷമമുണ്ടാകുന്നത്. കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട സമാനതകളില്ലാത്ത ഐക്യദാർഢ്യമാണ് റാഫയിലെ ജനങ്ങൾക്കു വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത്. റാഫയിൽ അഭയം തേടിയ ആളുകളുടെ കൂടാരങ്ങളാണ് തകർന്നടിഞ്ഞത്. ശരിയാണ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഒരു ചിത്രം നിർമ്മിക്കപ്പെട്ടത്. ആ ചിത്രമാണ് പങ്കുവച്ചിട്ട് ഓൾ ഐസ് ഓൺ റാഫ എന്ന രൂപത്തിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ശരിയാണ്. പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഇന്ത്യ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെയും ഒക്കെ ഐക്യദാർഢ്യം റാഫയ്ക്ക് ലഭിക്കുന്നുണ്ട്. തെക്കൻ ഗാസയിലെ റാഫയിലെ അഭയാർത്ഥി കൂടാരങ്ങൾക്കു മേലെയാണ് ഇസ്രായേൽ ഒരു ദിവസം ബോംബാക്രമണം നടത്തിയത്. ഒറ്റയടിക്ക് 45 ആളുകൾ കൊല്ലപ്പെട്ടു, ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റു. ചിത്രം ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ കൂടുതൽ വൈറലായി. 40-ലേറെ മില്യൺ ഷെയറുകളാണ് കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് തന്നെ സാധിച്ചെടുത്തത്. അതുപോലെ ഏതാണ്ട് 2 ലക്ഷത്തിലധികം ഷെയർ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ. അതുകൊണ്ടാണ് ഇത് വൈറലാകുന്നത് തന്നെ. ആലിയ ഭട്ട്, കരീന കപൂർ, പ്രിയങ്ക ചോപ്ര, ദിയ മിർസ, വരുൺ ധവാൻ, സാമന്ത റൂത്ത്, പ്രഭു, ഓസ്ട്രേലിയൻ ക്രിക്കറ്റുകാര്, അതുപോലെ ഇതുവരൊക്കെ ഈ ചിത്രം പങ്കുവച്ച് റാഫയിലേക്ക് കണ്ണുനട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കൽപ്പറ്റയിലെ MLA TS സിദ്ദീഖ്, ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ, കാളിദാസ് തേറാം, റിമ കല്ലിങ്കൽ, ബേസിൽ ജോസഫ്, നൈല ഉഷ, അശ്വതി, ശ്രീകാന്ത്, അന്ന, പാർവതി, അങ്ങനെ ഒരുപാട് ആളുകൾ. ഇവിടെയാണ് നമ്മൾ ശബ്ദമുയർത്തുന്നത്. ഒരു മതവിഭാഗത്തിനു വേണ്ടി മാത്രം, ഒരു ജനവിഭാഗത്തിനു വേണ്ടി മാത്രം നിങ്ങൾ കരയുന്നു. എന്നാൽ മറ്റു പലയിടങ്ങളിലും ഇതേപോലെ തന്നെ ആക്രമിക്കപ്പെടുന്ന ജനവിഭാഗമുണ്ട് ഇതേ സമയത്ത് തന്നെ. അതായത് ഒരു ഭാഗത്ത് നിൽക്കുന്നത് ജൂതന്മാരായതുകൊണ്ട്, മറുഭാഗത്ത് നിൽക്കുന്നത്
ഇസ്ലാം മത ഭീകരതയായതുകൊണ്ട് ഇവർക്ക് ആ ഭീകരതയോട് പിന്തുണ പ്രഖ്യാപിച്ച് കൂടെ നിന്നാലേ മതിയാകൂ. അതുകൊണ്ടാണ് ഇവർക്ക് അതിന് സാധിച്ചത്. തിരിച്ചങ്ങോട്ട് ചെയ്യുന്നതൊന്നും ചർച്ചയാകുന്നില്ല. പലസ്തീൻ ഐക്യദാർഢ്യം വേണം, ഗാസയിലെ ജനങ്ങൾക്ക് മനുഷ്യത്വം വേണം. പക്ഷേ ഗാസയിലെ ജനതയ്ക്കു വേണ്ടി നമ്മളെക്കാൾ ഏറെ മുമ്പിൽ കരയേണ്ടതും അവർക്കു വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതും ഹമാസ് അല്ലേ? സിനിമക്കാര് വരട്ടെ, പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനും നടത്തട്ടെ. ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരരാകുന്ന ഈ മുസ്ലിം തീവ്രവാദികൾ ഇസ്രായേലിൽ നുഴഞ്ഞു കയറി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് 1400 പേരെ കൊല ചെയ്തപ്പോൾ 1400 പേരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി നിങ്ങൾ ശബ്ദിച്ചോ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പിഞ്ചു പൈതലുകളുടെ തലയറുത്തെടുത്ത് കരഘോഷം മുഴക്കിയപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി നിങ്ങൾ സംസാരിച്ചോ? ഒരുപാട് ഇസ്രായേലി ജൂത സ്ത്രീകളെ നിരത്തി നിർത്തി അടിവസ്ത്രം പോലുമില്ലാതെ അവരെ ക്രൂരമായി ലൈംഗിക വൈകൃതങ്ങൾ അവരുടെ ശരീരത്തിൽ കാണിച്ച് വീഡിയോ എടുത്തു വിട്ടപ്പോൾ ആ സ്ത്രീകളുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിലിൽ നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ? ഉക്രൈനിലെ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നു? സുഡാനിലും നൈജീരിയയിലും ഇസ്ലാമിക ഭീകര ആക്രമണങ്ങളിൽ നിരവധി ക്രിസ്ത്യൻ കുഞ്ഞുങ്ങൾ ദിനം പ്രതി കൊല്ലപ്പെടുമ്പോൾ ആ വാർത്തകളൊന്നും മീഡിയകളിലൂടെ നിങ്ങൾ കണ്ടില്ലായിരുന്നു. ഐസിസ് തീവ്രവാദികള് ആയിരക്കണക്കിന് സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ, യസീദി സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കുകയും ആ സമൂഹത്തെ തന്നെ വംശഹത്യ നടത്തുകയും ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഒരു 16-കാരിയായ യസീദി പെൺകുട്ടി വന്ന് എന്റെ മുമ്പിലിട്ട് എന്റെ അമ്മാവന്മാരെയും മാതാപിതാക്കളെയും ഐസിസ് ഭീകരർ ക്രൂരമായി കൊന്നെന്നും എന്റെ 9 വയസ്സുള്ള അനിയത്തിയുടെ മുകളിൽ നിന്ന് 90-കാരൻ ഇറങ്ങുന്നതേയില്ല, ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന് രക്ഷപ്പെട്ട യസീദി പെൺകുട്ടി പറഞ്ഞപ്പോൾ ആ 9 വയസ്സുകാരിയുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി എന്തേ നിങ്ങൾക്കൊരു കോങ്കണ്ണിട്ടെങ്കിലും ഒന്ന് നോക്കാൻ പറ്റാത്തത്? ഹമാസ് മുസ്ലിം ഭീകരാക്രമണത്തില് മലയാളികൾ കൊല്ലപ്പെട്ടപ്പോൾ ഒരു വരി എവിടെയായിരുന്നു? ഹാഷ്ടാഗ് ഇടാൻ, ഒന്ന് അനുശോചനം അറിയിക്കാൻ. ആ സൗമ്യ സന്തോഷിന്റെ മൃതശരീരത്തോട് പോലും നീതി പുലർത്താത്ത രാഷ്ട്രീയക്കാർക്കെതിരെ സംസാരിക്കാൻ ഉണ്ടായിരുന്നു നിങ്ങൾ? സൗദിയുടെ ആക്രമണത്തിൽ യമനിൽ 100 കണക്കിന് കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ ഈ സിനിമക്കാർ ഞെട്ടിയില്ല? അവരുടെ മനുഷ്യാവകാശം എന്താ ഐസ് പോലെ ഉറഞ്ഞിരിക്കുമായിരുന്നോ? ഭീകരാക്രമണം നടക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ്. അതുകൊണ്ടാണ് ഈ ഭീകരാക്രമണങ്ങൾക്കെതിരെ ഇവർക്ക് സംസാരിക്കാൻ പറ്റാത്തത്. മനസ്സിലായോ? ഈ ഭീകരാക്രമണത്തിന്റെ തിരിച്ചടി ആരെങ്കിലും കൊടുത്താൽ അപ്പോ മനുഷ്യത്വം വരും. അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നെഞ്ചിലിടിച്ച് നിലവിളിക്കാൻ വേണ്ടി മനുഷ്യാവകാശം പറഞ്ഞ് മോങ്ങാൻ തുടങ്ങും. ഗുജറാത്തിലെ DYFI ഉണ്ടായിരുന്നോ? RSS ഉണ്ടായിരുന്നോ? BJP ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ കലാപം നടക്കുമായിരുന്നോ എന്ന് പറഞ്ഞ് മോങ്ങിയ ആൾക്കാരുണ്ട്. ഗുജറാത്തില് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന കുറച്ച് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കമുള്ള 54ഓളം ആളുകളെ സാധാരണക്കാരായിരുന്നില്ല, അവരിവരെ എന്തോ ചെയ്തു? തീ വെച്ച് കൊന്നില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലെങ്കിൽ ഗുജറാത്ത് കലാപമില്ല. അതാ ഞാൻ പറഞ്ഞത്, പോയി ചൊറിയും. പിന്നീട് മാന്തി പൊളിക്കൽ കിട്ടുമ്പോൾ ഇരവാദം ഉന്നയിക്കാൻ തുടങ്ങും. ലോകത്തെല്ലായിടത്തും മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന മനുഷ്യരെ അങ്ങോട്ട് കയറി ആക്രമിക്കും, അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലും, സ്ത്രീകളെ ബലാത്കാരം ചെയ്യും. എന്നിട്ടത് ഭയങ്കരമായിട്ട് ആഘോഷിക്കും. തിരിച്ചടി കിട്ടിയാൽ നെഞ്ചിലിടിച്ച് നിലവിളിയും മോങ്ങലും. ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, മുസ്ലിം വേട്ട എന്ന് പറയും. ഇസ്ലാമിക തീവ്രവാദത്തിന് പിന്തുണ കൊടുക്കുന്ന ഖത്തറിനെ പോലെ, ഇറാനെ പോലെ അവരെ പിന്തുണയ്ക്കുന്ന ഇത്തരം സിനിമക്കാരും കലാ കായിക പുരോഗമന നവോത്ഥാന ചാനൽ സാംസ്കാരിക എല്ലാ ആളുകളും എങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാടുകളെന്ന് നോക്കൂ. എതിർഭാഗത്ത് വരുന്നത് ആരായിരിക്കണം? വേട്ടക്കാരാരായിരിക്കണം? മതവിശ്വാസികൾ ആരായിരിക്കണം?
ഇസ്ലാമിക ഭീകരതയെ അനുകൂലിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. സിനിമക്കാരാണെങ്കിലും ഈ കലാകായിക രംഗത്തുള്ള ആളുകളാണെങ്കിലും ഹമാസ് ഭീകരരെ അനുകൂലിക്കുക വഴി ഇസ്രായേലിൽ കൊല ചെയ്യപ്പെട്ട കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി കണ്ണുനീര് നിങ്ങളുടെ കണ്ണിൽ നിന്നും ഇറ്റ് വീണിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് ഒരു സെൽഫ് ആംഗിളിലൂടെയാണ് നിങ്ങൾ അതിനെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. ഇത്തരം ആളുകൾ ഈ ഇന്ത്യക്ക് ഭീഷണിയാണ്. കാരണം എന്താ? നാളെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ ഇവരാരുടെ കൂടെ നിൽക്കും എന്നതിന് തെളിവാണ് ഇന്നത്തെ ഹമാസ് അനുകൂലം. അതുകൊണ്ടാണ് പുതിയ നിയമം ഉണ്ടാക്കേണ്ടി വന്നത്, രാജ്യവിരുദ്ധത. ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായി പ്രവർത്തിക്കുന്ന, ബഹുസ്വരതയ്ക്കെതിരായി പ്രവർത്തിക്കുന്നതെല്ലാം രാജ്യദ്രോഹത്തിന്റെ പട്ടികയിൽ. ഇസ്രായേലിൽ ഇന്നുണ്ടായതുപോലെ നാളെ ഇന്ത്യയിൽ ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലോകം മുഴുവനും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവർക്ക് മനുഷ്യനല്ല അവരുടെ മുമ്പിലുള്ളത് മതമാണ്. അവർക്ക് മതരാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അവർ വീണ്ടും ഇറങ്ങും. ഇസ്രായേൽ എല്ലാ കാലത്തും ഇന്ത്യയുമായി സൗഹൃദം പങ്കിട്ട രാജ്യമാണ്. യുദ്ധസമയത്ത് വരെ എപ്പോഴും ഇന്ത്യക്ക് വലം കൈയായി നിന്ന ഇസ്രായേൽ, ഹമാസ് മുസ്ലിം ഭീകരവാദികൾ കാശ്മീർ വിഷയത്തിൽ വരെ പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ നിന്ന ആളുകളാണ്. അവരുടെ പ്രശ്നം മതമാണ്. ഇസ്രായേൽ മുസ്ലിം രാജ്യമായിരുന്നെങ്കിൽ ഒരു വിഷയവും ഉണ്ടാകത്തില്ലായിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിഷയം നമ്മൾ ചർച്ച പോലും ചെയ്യുമായിരുന്നില്ല. ഒരു മാധ്യമവും ആ വിഷയം വിലക്കെടുക്കില്ല. ഇപ്പോ കലയിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും എന്നു വേണ്ട ഫ്ലാറ്റിലും ഉണക്കമീനിലും മഞ്ഞപ്പൊടിയിലും അടക്കം മതം വന്നു കഴിഞ്ഞു. ഇസ്ലാമിക തീവ്രവാദത്തിന് പരസ്യമായി പിന്തുണ കൊടുക്കുന്ന ഇത്തരം ഹമാസ് പ്രേമികൾ